വൈദ്യുതി പ്രതിസന്ധിയിൽ ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച് കെഎസ്ഇബി മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരും. അധിക ഉപഭോഗമുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണം വേണം. ഒരു ദിവസം 150 മെഗാവാട്ടെങ്കിലും കുറയ്ക്കണം. നിയന്ത്രണം സംബന്ധിച്ച് കെഎസ്ഇബി സർക്കുലർ ഇറക്കും. മലബാറിൽ ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഏതായാലും ഈ ഒരു കെഎസ്ഇബിയുടെ ഭാഗത്തു നിന്ന് ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. കെഎസ്ഇബി മുന്നോട്ട് വെച്ച നിർദ്ദേശം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം, ക്രമാതീതമായിട്ടുള്ള ചൂടാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് പീക്ക് അവറിലാണ് വൈദ്യുതി ഉപഭോഗം ഇത്രത്തോളം ഉയർന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു കെഎസ്ഇബി മുന്നോട്ട് വെച്ച നിർദ്ദേശം. കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ പറഞ്ഞത് അതായത് ലോഡ് ഷെഡിംഗ് തൽക്കാലം ഏർപ്പെടുത്തുന്നില്ല, പകരം മറ്റൊരു മാർഗം മുന്നോട്ട് വെക്കണം എന്നുള്ളതായിരുന്നു കെഎസ്ഇബിക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഇപ്പോൾ ബദൽ നിർദ്ദേശം കെഎസ്ഇബി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ 150 മെഗാവാട്ടെങ്കിലും കുറച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ മേഖല തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കെഎസ്ഇബി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മലബാർ മേഖലകളിൽ ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത. കാരണം 5500 മെഗാവാട്ട് താങ്ങാനുള്ള കപ്പാസിറ്റി മാത്രമേ കെഎസ്ഇബിക്ക് നിലവിലുള്ളൂ. ഉപഭോഗം അതിനേക്കാൾ കൂടുതലിലേക്ക് എത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താതെ മറ്റു മാർഗമില്ല. അത് മേഖല തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കെഎസ്ഇബി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകുക.